ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാധവിക്കുട്ടിയുടെ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന പോയത്തെക്കുറിച്ചാണ്. ദ ലുക്കിംഗ് ഗ്ലാസ്. Madhavikkutti, a Basel writer Kamala Das, also known as Madhavikkutti, was born in Thrissur in a house famous for 2 generations of literary contribution. She used different names for writing different genres in literature. The name Madhavikkutti was used to write fiction in Malayalam, whereas Kamala Das was solely used to writing poetry in English. Kamala Das was a revolutionary poet who gave voices to the subtle emotions of women. Her language was too precise and devoid of pretensions, just as the content of those poems. Some of her literary works were wrongly criticized for the sexual content depicted in them. 2 തലമുറകളുടെ സാഹിത്യ സംഭാവനകൾക്ക് പേരുകേട്ട ഒരു വീട്ടിലാണ് മാധവിക്കുട്ടി എന്ന ബഹുമുഖ എഴുത്തുകാരി കമലാദാസ് ജനിച്ചത്. സാഹിത്യത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ എഴുതുന്നതിന് അവർ വ്യത്യസ്ത പേരുകൾ ഉപയോഗിച്ചു. മലയാളത്തിൽ ഫിക്ഷൻ എഴുതാൻ മാധവിക്കുട്ടി എന്ന പേര് ഉപയോഗിച്ചു. അതേസമയം കമലാദാസ് ഇംഗ്ലീഷ് കവിതകൾ എഴുതുമ്പോൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. കമലാദാസ് ആയിരുന്നു ഇംഗ്ലീഷിൽ എഴുതുവാൻ അവർ ഉപയോഗിച്ചിരുന്നത്. സ്ത്രീകളുടെ സൂക്ഷ്മ വികാരങ്ങൾക്ക് ശബ്ദം നൽകിയ വിപ്ലവ കവിയാണ് അവർ. ആ കവിതകളുടെ ഉള്ളടക്കം പോലെ അവളുടെ ഭാഷ വളരെ കൃത്യവും ഭാവഭേദങ്ങളില്ലാത്തതുമായിരുന്നു. അവരുടെ ചില സാഹിത്യകൃതികൾ അവയിൽ ചിത്രീകരിച്ചിരിക്കുന്നു സെക്ഷൽ ഉള്ളടക്കത്തിൻ്റെ പേരിൽ തെറ്റായി വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. Some of the best known anthologies of Kamala Das are Summer in Calcutta 1965, The Descendants 1967, The Old Playhouse and Other Poems 1973. Later, her autobiography, My Story, created some controversies as it was an intimate work, one of a kind in Malayalam. സമ്മർ ഇൻ കൽക്കട്ട 1965 ഇത് പ്രസിദ്ധീകരിച്ചത്. ദി ഡിസെൻഡൻസ് 1967, ദി ഓൾഡ് പ്ലേ ഹൗസ് മറ്റ് കവിതകളും 1973 എന്നിവയാണ് കമലാദാസിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന സമാഹാരങ്ങൾ ചിലത്. പിന്നീട് അവരുടെ ആത്മകഥയായ മൈ സ്റ്റോറി മലയാളത്തിൽ ഒരു തരത്തിലുള്ള അടുപ്പമുള്ളൊരു കൃതിയായതിനാൽ ചില വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ദ ലുക്കിംഗ് ഗ്ലാസ് ഈസ് ടു ഡയറക്റ്റ് ഫോർ എ റീഡർ, യെറ്റ് ദ പോയം ഡീൽസ് ടു മെനി subtleties that a woman undergoes throughout her life. The beginning of the poem sets the tone quite easily. The speaker says a woman has to be just honest, not simply honest, but be honest about her womanly needs. In a way, the narrator presents this aspect as quite a simple task. Satisfying a man becomes an easy task here. He craves only for the so-called womanly attributes. There is an idea of satisfying the male ego as well. While standing naked in front of the mirror with the male feels that he is better, well-built, and in every sense more appealing than his partner. The contrast in the words followed are significant. The words denoting him is stronger, whereas the woman is identified with the words like softer, younger, and lovelier. Looking glass എന്ന ഈ പോയം വായനക്കാരന് വളരെ നേരിട്ടുള്ളതാണ്. എങ്കിലും ഒരു സ്ത്രീ ജീവിതത്തിലുടനീളം അനുഭവിക്കുന്ന പല സൂക്ഷ്മതകളും കവിത കൈകാര്യം ചെയ്യുന്നുണ്ട്. കവിതയുടെ തുടക്കം വളരെ എളുപ്പത്തിൽ സ്വരം ക്രമീകരിക്കുന്നുണ്ട്. സ്പീക്കർ പറയുന്നത് ഒരു സ്ത്രീ സത്യസന്ധയായിരിക്കണം, കേവലം സത്യസന്ധയല്ല, അവളുടെ സ്ത്രീകളുടെ ആവശ്യങ്ങളിൽ സത്യസന്ധത പുലർത്തണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വശം തികച്ചും ലളിതമായൊരു ദൗത്യമായാണ് ഇവിടെ നരേറ്റർ അവതരിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്തുക എന്നത് ഇവിടെ എളുപ്പമുള്ള കാര്യമാണ്. സ്ത്രീ സ്വഭാവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവയിൽ മാത്രം അവൻ കുതിക്കുന്നു. പുരുഷ അഹങ്കാരത്തെയും തൃപ്തിപ്പെടുത്തുക എന്ന ആശയമുണ്ട്. പുരുഷനോടൊപ്പം കണ്ണാടിക്ക് മുന്നിൽ നഗ്നയായി നിൽക്കുമ്പോൾ പുരുഷൻ തൻ്റെ പങ്കാളിയേക്കാൾ മികച്ചവനും നല്ല ശരീരഘടനയുള്ളവനും എല്ലാ അർത്ഥത്തിലും ആകർഷകനുമാണെന്ന് തോന്നുന്നു. പിന്തുടരുന്ന വാക്കുകളിലെ വൈരുദ്ധ്യം ശ്രദ്ധേയമാണ്. അവനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ശക്തം ആണ്. അതേസമയം സ്ത്രീയെ മൃദു, ഇളയ, സ്നേഹമുള്ള തുടങ്ങിയ വാക്കുകളിൽ തിരിച്ചറിയുന്നു. The second stanza talk in details about the dependency of the woman to her man. It is twofold. The poet presents this reality in a way that both the partners complement each other. Both of them depend on each other in different manners. The male to satisfy his ego, and the female does it in order to arrive at some false sense of accomplishment and satisfaction.
In both the first and the second line, we never get to know whether the woman is satisfied or not. Here, the man is being that constantly needs to be reminded that he is admired. No matter how small the gesture is, there is always a part in the male that needs to be acknowledged. The poet makes it a point to subtly refers to the psyche of the male as well, though she only hints it. The target is the typical male mindset that craves for attentions all the time. രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് സ്ത്രീ പുരുഷനോടുള്ള ആശ്രയത്വത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട്. ഡിപ്പെൻഡൻസി, അതായത് സ്ത്രീ ഈ പുരുഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇതിരട്ടിയാണ്. ഈ കവി ഈ യാഥാർത്ഥ്യത്തെ രണ്ട് പങ്കാളികളും പരസ്പരം പൂരകമാക്കുന്ന തരത്തിൽ കവി അവതരിപ്പിക്കുന്നു. രണ്ടും ഓരോന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. മറ്റുള്ളവ വ്യത്യസ്ത രീതികളിൽ. പുരുഷൻ തൻ്റെ അഹന്തയെ തൃപ്തിപ്പെടുത്താൻ, സ്ത്രീ അത് ചെയ്യുന്നത് ചില തെറ്റായ നേട്ടങ്ങളുടെയും സംതൃപ്തിയുടെയും ബോധത്തിൽ എത്തിച്ചേരാനാണ്. ഒന്നും രണ്ടും വരികളിൽ സ്ത്രീ തൃപ്തിയാണോ അല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. ഇവിടെ പുരുഷൻ എന്നത് താൻ ആരാധിക്കപ്പെടുന്നുവെന്ന് നിരന്തരം ഓർമ്മിപ്പിക്കേണ്ട ഒരു സത്തയാണ്. ആംഗ്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അംഗീകരിക്കപ്പെടേണ്ട ഒരു ഭാഗം പുരുഷനുണ്ട്. പുരുഷന്റെ മാനസികാവസ്ഥയെയും സൂക്ഷ്മമായി സൂചിപ്പിക്കാൻ കവി നിർബന്ധിക്കുന്നു. അവൾ സൂചന നൽകുന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും ശ്രദ്ധയ്ക്കായി കൊതിക്കുന്ന സാധാരണ പുരുഷ മാനസികാവസ്ഥയാണ് ലക്ഷ്യം. The third short stanza recounts the shorter details about the female body, especially the sensual features that arouse a man. The narrator says that there are what makes her woman. The stanza reveals a reversal of the roles. The woman no longer is the dependent. The man has to depend on the woman in order to satisfy his almost all the hungers. The poet uses the term gift. This connotes that these are not simply forced or taken from the woman by the man by coaxing. She wills it and she gives them to her man. മൂന്നാമത്തെ ആ ചെറിയ സ്റ്റാൻസയിൽ സ്ത്രീ ശരീരത്തെക്കുറിച്ചുള്ള ചെറിയ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് പുരുഷനെ ഉണർത്തുന്ന ഇന്ദ്രിയ സവിശേഷതകൾ വിവരിക്കുന്നു. ഇവയാണ് അവളെ സ്ത്രീയാക്കുന്നതെന്ന് കഥാകൃത്ത് പറയുന്നു. ഈ ഒരു ഖണ്ഡികയിൽ റോളുകളുടെ ഒരു വിപരീത ഫലം വെളിപ്പെടുത്തുന്നു. സ്ത്രീ മേലാൽ ആശ്രിതയല്ല. മിക്കവാറും എല്ലാ വിശപ്പുകളും തൃപ്തിപ്പെടുത്താൻ പുരുഷൻ സ്ത്രീയെ ആശ്രയിക്കേണ്ടതുണ്ട്. സമ്മാനം എന്ന പദം കവി ഉപയോഗിക്കുന്നു. ഇവ കേവലം നിർബന്ധിക്കുകയോ സ്ത്രീയിൽ നിന്ന് പുരുഷൻ കബളിപ്പിച്ചെടുക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഇത് അർത്ഥമാക്കുന്നു. അവൾ ഇത് ഇഷ്ടപ്പെടുകയും അവൾ തൻ്റെ പുരുഷനെ സമ്മാനിക്കുകയും ചെയ്യുന്നു. The very last stanza presents a contrast. So far, the poet talked about how easy it was to love a man. The sense of reality slowly enters in here. What is that male presence is no longer around is a question that haunts the narrator. Absence is a reality that everybody confronts in one way or another. The narrator says that living without her partner almost feels like a living without life itself. Everything seems transformed when you reach the last stanza. The eyes have stopped searching for a clear presence. The ears only listen to the last time he called her by her name. The body was the most transformed one when the other is absent. Maybe forever I used to gleam under the touches, as if it's lost its aura forever. The body has become totally drab and destitute all of a sudden. അവസാനത്തെ സ്റ്റാൻസയിൽ തന്നെ ഒരു വൈരുദ്ധ്യവും അവതരിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് എത്ര എളുപ്പമാണെന്ന് കവി ഇതുവരെ സംസാരിച്ചു. യാഥാർത്ഥ്യബോധം പതുക്കെ ഇവിടെ കടന്നു വരുന്നു. ഇനി ആ പുരുഷ സാന്നിധ്യം ഇല്ലെങ്കിലോ എന്ന ചോദ്യമാണ് കഥാകാരനെ വേട്ടയാടുന്നത്. എല്ലാവരും ഈ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അഭാവം. പങ്കാളിയില്ലാതെ ജീവിക്കുന്നത് മിക്കവാറും ജീവിതമില്ലാതെ ജീവിക്കുന്നത് പോലെയാണെന്ന് കഥാകാരി പറയുന്നു. അവസാന സ്റ്റാൻസയിലെത്തുമ്പോൾ എല്ലാം രൂപാന്തരപ്പെട്ടതായി തോന്നുന്നു. കണ്ണുകൾ പ്രിയ സാന്നിധ്യം തേടുന്നത് നിർത്തി. അവൻ അവളെ അവസാനമായി അവളുടെ പേര് വിളിച്ചത് ചെവികൾ കേൾക്കുന്നു. 33 വയസ്സുള്ളപ്പോൾ ശരീരവും ഏറ്റവും രൂപാന്തരപ്പെട്ടു. മറ്റൊന്ന് ഇല്ല, ഒരു പക്ഷേ എന്നേക്കും. സ്പർശനങ്ങൾക്കിടയിൽ അത് തിളങ്ങി. അതിൻ്റെ പ്രഭാവലയം എന്നേക്കുമായി നഷ്ടപ്പെട്ടതുപോലെ ശരീരം പൊടുന്നനെ തളർന്ന് നിർജീവമായി. When you analyze the poem closely, the looking glass mirror becomes an image that reflects both the man and woman in the exact
proportions they are shaped. One of them feels better while looking at it, whereas the other doesn't feel great. Both of them do require the presence of the other in order to feel complete. The poems mock gender roles assigned by the society. We do meet a narrator who does things out of obligations, not because she is fully satisfied. On the other hand, the man enjoys mental and physical pleasure. The woman is seemingly indifferent to everything, but she is still stutters at the thought of being abandoned. നിങ്ങൾ കവിതയെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ കണ്ണാടി പുരുഷനെയും സ്ത്രീയെയും അവൾ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്ന കൃത്യമായ അനുപാതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു ചിത്രമായി മാറുന്നു. അവയിലൊന്ന് നോക്കുമ്പോൾ സുഖം തോന്നുന്നു, മറ്റൊന്ന് മികച്ചതായി തോന്നുന്നില്ല. പൂർണ്ണത അനുഭവപ്പെടാൻ രണ്ടുപേർക്കും മറ്റൊന്നിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. സമൂഹം നിയോഗിക്കുന്ന ലിംഗപദവികളെ പരിഹസിക്കുന്നതാണ് കവിത. കടപ്പാടിൻ്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആഖ്യാതാവിനെ നമ്മൾ കണ്ടുമുട്ടുന്നത് അവൾ പൂർണ്ണ സംതൃപ്തിയായതുകൊണ്ടല്ല, മറുവശത്ത് മനുഷ്യൻ മാനസികവും ശാരീരികവുമായ ആനന്ദം ആസ്വദിക്കുന്നു. സ്ത്രീ എല്ലാ കാര്യങ്ങളും നിസ്സംഗത കാണിക്കുന്നു, പക്ഷേ ഉപേക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ചിന്തയിൽ അവൾ എപ്പോഴും ഇടറുകയാണ്.